Meet the editors. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയെ സുപ്രീം കോടതി തള്ളി. അയ്യപ്പ സംഗമത്തിനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യത്തിലാണ് സുപ്രീം കോടതി അതിവേഗം തീർപ്പ് കൽപ്പിച്ചത്. നിയമവഴികളെല്ലാം പച്ചക്കൊടി കാണിച്ചതിന്റെ ആവേശത്തിൽ തകൃതിയായുള്ള ഒരുക്കങ്ങളാണ് ശനിയാഴ്ചത്തെ ആഗോള അയ്യപ്പ സംഗമത്തിനായി പമ്പയിൽ പുരോഗമിക്കുന്നത്. അങ്ങനെ ആ കടമ്പയും കടന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെയും അനുമതിയായി. അയ്യപ്പ സംഗമത്തെ എതിർത്ത് ഹൈക്കോടതിയിലെത്തിയ VC അജികുമാറും അജീഷ് ഗോപിയെയും കൂടാതെ ഡോക്ടർ PS മഹേന്ദ്രകുമാറും കൂടിയാണ് വിഷയം സുപ്രീം കോടതി മുഖാന്തരവും എത്തിച്ചത്. സംഗമം ശനിയാഴ്ചയാണെന്നിരിക്കെ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് അതിവേഗം തീർപ്പും കൽപ്പിച്ചു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ സുപ്രീം കോടതി ഇടപെടുന്നില്ല. ഹൈക്കോടതി ആവശ്യപ്പെട്ട നിയന്ത്രണങ്ങൾ പാലിച്ച് ആഗോള അയ്യപ്പ സംഗമം നടക്കട്ടെ. എന്നിട്ടും പരാതിയുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനും ഹർജിക്കാരോട് കോടതി ആവശ്യപ്പെട്ടു. ഒപ്പം ഒരു ദിവസത്തെ സംഗമം എന്തിന് ഇത്ര വിവാദമാക്കുന്നുവെന്ന ചോദ്യവും ചോദിച്ചു. സുപ്രീം കോടതി കൂടി അനുമതി നൽകിയതിന്റെ ആത്മവിശ്വാസത്തിൽ തകൃതിയിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. സംഗമത്തിൽ പങ്കെടുക്കാൻ ഇതിനോടകം 5000-ലധികം പേർ രജിസ്റ്റർ ചെയ്തുവെന്നും മുൻഗണനാടിസ്ഥാനത്തിൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ നിലപാടുകൾ ഏറെ സ്വാഗതാർഹമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാനുള്ള അനുമതിയാണ് തന്നിട്ടുള്ളത്. ഇതിനകത്തൊരു പ്രതിഷേധിക്കേണ്ടതായ വിഷയം അത് രാഷ്ട്രീയം കാണുന്നവർക്കും സംഘടിതമായി ഇതിനെ സമീപിക്കുന്നവർക്കും മാത്രമേ അതിനകത്ത് വിവാദവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. ഇതിനിടെ അയ്യപ്പ സംഗമത്തെ അതിശക്തമായി എതിർത്ത BJPയുടെ നിലപാടിലും നേരിയ അയവ് വന്നതിന്റെ സൂചനയും ഇന്ന് കേരളം കേട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരാണ് എന്ന് പറഞ്ഞിട്ടില്ലെന്നും വിശ്വാസത്തെ എതിർക്കുന്നവരെ വിളിച്ചാൽ അവരെ എതിർക്കുമെന്നാണ് പറഞ്ഞതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു. അത് ഇന്നും അതന്നെ പറയുന്നത്. ഞങ്ങള് സംഗമത്തിന് എതിരെയൊന്നും പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞത് വിശ്വാസികളെ എതിർക്കുന്ന നേതാക്കന്മാരെ ചീഫ് ഗസ്റ്റായി വിളിച്ചാൽ ഞങ്ങൾ അത് സമ്മതിക്കില്ല അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു. അപ്പോഴും അതൃപ്തി വ്യക്തമാക്കി പന്തളം കൊട്ടാരം പ്രതിനിധികൾ അപ്പുറത്തുണ്ട്. 2018 ശബരി പ്രക്ഷോഭത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പൂർണ്ണമായി പിൻവലിക്കുക, യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തി സത്യവാങ്മൂലം നൽകുക എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിലാണ് കൊട്ടാരത്തിന്റെ അസംതൃപ്തിയെന്നാണ് വിവരം. സുപ്രീം കോടതിയുടെ ഇടപെടൽ സർക്കാരിന്റെ ആത്മവിശ്വാസം ഉയർത്തിയോ? സംഗമത്തിന് ക്ലീൻ ചിറ്റോ എന്നതാണ് ചോദ്യം. ജിമ്മി, ഇപ്പോൾ കോടതി സംഗമം നടത്താമെന്ന് പറയുന്നു, സമുദായ സംഘടനകൾ പിന്തുണ നൽകുന്നു, ഇന്ന് പോലും വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗംഭീരമായിട്ട് സർക്കാർ നടത്താനുള്ള സംവിധാനമായി. നേരത്തെ തന്നെ അങ്ങനെ ആകുമെന്ന് അറിയാമായിരുന്നു. ഇപ്പോൾ നിയമപരമായി സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള സുപ്രീം കോടതിയുടെ അനുമതിയോട് കൂടി ആ വിഷയം അവസാനിച്ചിരിക്കുകയാണ്. സത്യത്തിൽ സംഘപരിവാർ സംഘടനകൾക്ക് സർക്കാർ നന്ദി പറയണം. ഒരു അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ ഒരു കേസ് വരുന്നു. അതിന് 2 ദിവസമായി ഭയങ്കര ബിൽഡപ്പ് ഉണ്ടാകുന്നു. സുപ്രീം കോടതി പുല്ലുപോലെ ഈ സാധനം എടുത്ത് ദൂരെ എറിയുന്നു. അതല്ലെങ്കിൽ നിയമപരമായി അറിയാവുന്ന എല്ലാവർക്കും ഇത് വ്യക്തമായിരുന്നു. കാരണം ഹൈക്കോടതി വളരെ വിശദമായി ഈ കേസിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് വിശദമായി വാദം കേട്ട് നിബന്ധനകളോട് കൂടി ഇതിന് അനുമതി കൊടുത്തതാണ്. അപ്പോൾ പിന്നെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയി. അങ്ങനെ സർക്കാരിന് വളരെ ഫ്രീ ആയിട്ട് കുറച്ച് പബ്ലിസിറ്റി മേടിച്ചു കൊടുത്തു എന്നത് മാത്രമാണ് സുപ്രീം കോടതിയിലെ സംഘപരിവാരത്തിൻ്റെ ഈ അഭ്യാസം കൊണ്ട് ഉണ്ടായത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ശബരിമല സ്ത്രീ പ്രവേശത്തിലെ വലിയ തിരിച്ചടിക്ക് ശേഷം സംസ്ഥാന സർക്കാരിന് ഒരു ആശ്വാസ ഗോൾ. സർക്കാർ വളരെ പ്ലാൻ ചെയ്ത് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഇങ്ങനെ ഒരു ശബരിമലയിൽ വിശ്വാസികളുടെ സംഗമം നടത്തുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ രാഷ്ട്രീയം നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ അതിനകത്തെ രാഷ്ട്രീയം നിങ്ങൾക്ക് പറയാം, ആ രാഷ്ട്രീയത്തിൽ വോട്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണെന്ന് പറയാം. പക്ഷേ ഈ സംഗമം ശരിയല്ല, ഇതിനകത്ത് വേറെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. എന്താണ്, പ്ലാറ്റിനം കാർഡുണ്ട്, ഗോൾഡൻ കാർഡുണ്ട് എന്നൊക്കെ പറഞ്ഞ് സർക്കാർ പറയാത്ത, ആരും പറയാത്ത ചില കാര്യങ്ങൾ വായു ഉലറിയുക. അതിനുശേഷം വരുന്ന ആളുകൾ ശരിയല്ലെന്ന് പറയുക. പിന്നെ സർക്കാരിന് ഇതിനകത്ത് വേറെന്തൊക്കെയോ കള്ളപ്പണക്കാരുടെയും കച്ചവടക്കാരുടെയും പങ്കാണെന്ന് പറയുക. ഇങ്ങനെ ഈ വിവാദത്തെ അടുത്ത ഘട്ടത്തിലേക്ക് എടുത്തിട്ടപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലേക്ക് ബോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സർക്കാർ അതെല്ലാം പുല്ലുപോലെ കോടതിയിലും എല്ലായിടത്തും നിഷേധിച്ചു.
കാർഡിൻ്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങളുടെ കാര്യത്തിലോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞതോടുകൂടി ആ വിഷയം അവസാനിച്ചു. എന്ന് മാത്രമല്ല, സംഘപരിവാർ സംഘടനകളോട് എന്താണ് ഇതിൻ്റെ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ കയ്യിലെ രേഖ എന്നല്ലാതെ ഞങ്ങൾ പറഞ്ഞു കേട്ടു എന്നല്ലാതെ ഒന്നും പറയാനില്ല. അടുത്തത് ഇതിൻ്റെ പണം എവിടെ നിന്നാണ് എന്നുള്ളതായിരുന്നു. കോടാനുകോടി രൂപ മുടക്കി എന്തോ വലിയ കാര്യം പറയാൻ വരുന്നു. അപ്പോൾ സർക്കാർ പറയും ഇപ്പം എന്താ, ഇപ്പോൾ ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ 7 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ്. പുറത്തു നിന്ന് നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട സ്പോൺസേഴ്സ് ഒന്നുമില്ല. അല്ലെങ്കിലും ശബരിമലയോട് ഒപ്പം നിൽക്കുന്ന ഇപ്പോൾ ധനലക്ഷ്മി ബാങ്കോ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇതിനകത്തെ പല സ്പോൺസേഴ്സും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ സർക്കാർ കോടതിയിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറും 7 കോടി രൂപയ്ക്ക് സർക്കാരിന് സുഖമായി നടത്താവുന്ന സർക്കാർ സംവിധാനങ്ങൾ ഒരു 5 മിനിറ്റ് വിചാരിച്ചാൽ സ്പോൺസറെ കിട്ടാവുന്ന ഒരു പരിപാടിക്ക് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് അതിനെ വേറൊരു രീതിയിലേക്ക് ഉയർത്തി കാട്ടിയതോടുകൂടി സർക്കാരിന് എളുപ്പത്തിൽ ഈ വിഷയങ്ങളെല്ലാം മറികടക്കാൻ പറ്റി. അതേസമയം ഈ കാര്യത്തിൽ ഉന്നയിക്കേണ്ടിയിരുന്നത് രാഷ്ട്രീയ കൈകടത്തലായിരുന്നു. അത് പറഞ്ഞ് അവിടെ നിർത്തുകയും ഇത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്നതിന് പകരം ഞങ്ങൾ തടയും എന്നത് വരെ പറഞ്ഞു. ഇപ്പോൾ ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് എന്താ? സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ വരുന്നു, സ്റ്റാലിൻ ഒരു നിരീശ്വരവാദിയാണ്, മുഖ്യമന്ത്രിക്ക് ഈശ്വര വിശ്വാസമുണ്ടോ മുതലായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിനുശേഷം ഞങ്ങൾ വേറൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. പക്ഷേ സംഘപരിവാരവുമായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഈ വിവാദത്തിൽ പിന്നെയും വാദങ്ങൾ ഉന്നയിച്ചതും ഈ പ്ലാറ്റിനം കാർഡിൻ്റെയൊക്കെ കഥകളും പറഞ്ഞ് വിവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് അവസാനം കോടതിയിൽ കേസ് മുഴുവൻ തോറ്റ് പമ്പയുടെ 7 അയൽ തടുക്കാനാവില്ല, ഈ സംഗമം നടക്കും എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പറയുകയാണ് ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസ് ഇത് പക്ഷേ വളരെ നേരത്തെ മനസ്സിലാക്കി ഒരു 10 അടി അകലം പാലിച്ച് നടത്തിയോട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ്. ഇത് ശബരിമലയിലെ ഈ വിശ്വാസികളുടെ സംഗമത്തെക്കുറിച്ചുള്ള ജനശ്രദ്ധ കൂടുതൽ അങ്ങോട്ട് തിരിക്കാനാണ് ഉപകരിച്ചത്. ഇപ്പോൾ സർക്കാരിൻ്റെ വിശദമായ രൂപരേഖ മറ്റൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ വളരെ വിശദമാണ് പ്ലാൻ. ഹൈക്കോടതി എന്താണ് സർക്കാരിനോട് പറഞ്ഞത്? ഒരു കാരണവശാലും ശബരിമലയുടെ പവിത്രതയെ ബാധിക്കില്ല. ഞങ്ങൾ പമ്പയിൽ ഒരു ടെൻ്റാണ് കെട്ടുന്നത്. VIP പങ്കെടുക്കുന്നത് അയ്യപ്പന്മാരുടെ ആത്മീയ അവകാശത്തെ ബാധിക്കരുത്. അത് കണ്ടറിയണം. മറ്റന്നാൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്കറിയണം. സർക്കാർ എന്തായാലും ഇത്തവണ എന്തായാലും ഈ അവസരം കളയാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. വളരെ സൂക്ഷിച്ച് ചെയ്താൽ നടക്കാവുന്നതല്ലേ ഉള്ളൂ. പ്രതിനിധികൾക്ക് പ്രത്യേക ബാഡ്ജ് പാടില്ല. ഇതാണ് ഹൈക്കോടതി പറഞ്ഞ വേറൊരു കാര്യം. അത് നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യത പാലിക്കണം, കണക്ക് സൂക്ഷിക്കണം, ആരോഗ്യ സംരക്ഷണത്തിന് സംവിധാനം വേണം. 7 കോടി രൂപയുടെ കണക്ക് വിശദമായി സൂക്ഷിച്ച് ഇതുകൊണ്ട് കൊടുക്കാൻ എന്താ പാട്? ഇത്തരം വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതോടെ സർക്കാരിന് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. സർക്കാർ എന്താ ഉദ്ദേശിച്ചത്? ശബരിമലയിലെ ഈ ഒരു അയ്യപ്പ സംഗമത്തിലൂടെ ഞങ്ങൾ ശബരിമലയിലെ ഭക്തർക്കൊപ്പമാണ് എന്ന കാര്യം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് ശ്രമിച്ചത്. ആ കെണിയിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ ചെന്ന് വീണ് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് നിയമയുദ്ധത്തിലേക്ക് പോയതോടുകൂടി നിയമയുദ്ധത്തിൽ നിങ്ങൾ ജയിക്കില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം ശബരിമലയിലെ നിയന്ത്രണത്തിന് ശബരിമലയിൽ ഒരു ബെഞ്ചുണ്ട്, സർക്കാരിനൊരു സംവിധാനമുണ്ട്, അത് കൂടാതെ ദേവസ്വമുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്നതാണ്. എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് ശബരിമലയിൽ പമ്പാ സംഗമം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നടന്ന കാര്യമാണ്. ഇതിനെന്താണ് കുഴപ്പമെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ അഭിഭാഷകൻ വിശദമായി വാദിച്ചത്. തിരിച്ച് മറുപടിയില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യാം എന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറയുകയും ചെയ്തു. ഇനി ശബരിമലയിൽ എന്തൊക്കെയാണ് നടക്കുന്നതിനെക്കുറിച്ചുള്ള ആളുകൾ വളരെ സാഗൂതം വീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറയുകയും വിശദമായ കാര്യപരിപാടി പ്രഖ്യാപിക്കുകയും ചെയ്തു. 778 കോടിയുടെ ഒരു പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് ഭക്തരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഞങ്ങൾക്ക് വരാം. 2022 മുതൽ 33 വരെ 100 കോടി രൂപയുടെ വേറൊരു പദ്ധതി പറയുന്നു. ഈ പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ മുഖ്യമന്ത്രി വന്ന് 20-ാം തീയതി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം 11:40 ഞങ്ങളൊരു സമീപന രേഖ പ്രഖ്യാപിക്കും. ഈ സമീപന രേഖ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞാൽ 20-ാം തീയതി ആളുകൾ മുഴുവൻ ഇത് തത്സമയം സംരക്ഷണം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. സർക്കാരിന് ഇത്രയും നല്ല ഒരു പൊളിറ്റിക്കൽ വിശ്വാസപരമല്ല, ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണ് എല്ലാവരും കൂടെ ചെയ്തത്. അപ്പോൾ അവിടെ സമീപന രേഖ പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3 സെഷനുകളായി വിശദമായി ശബരിമലയിൽ എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിൽ ശബരിമലയുടെ തിരക്കെങ്ങനെ നിയന്ത്രിക്കാം എന്നത് മുതൽ സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ടിനെ കുറിച്ചും ശബരിമലയുടെ മാസ്റ്റർ പ്ലാനെക്കുറിച്ചുമൊക്കെ ചർച്ചയുണ്ട്. ഇത് കഴിഞ്ഞ് സർക്കാർ വളരെ വലിയ പദ്ധതി പ്രഖ്യാപിക്കാൻ പോകുന്നു. ആളുകളെ സഹായം തേടുന്നു എന്നൊക്കെ പറഞ്ഞ് അടുത്ത ഘട്ടത്തിന് കമ്മിറ്റികളുണ്ടാവും. ആ കമ്മിറ്റിയിൽ NSS SNDP ഉണ്ടാവും. കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിന്ദു സംഘടന ഉണ്ടാവും. അടുത്ത ഘട്ടം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശബരിമലയിൽ അടുത്ത ഗോൾഡിക്കാൻ സർക്കാർ നീങ്ങുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക. സർക്കാരിന് ക്ലീൻ ചിറ്റ് കൊടുത്തു എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് ഒരു പ്രത്യേക ലെജിറ്റിമസി നേടിക്കൊടുക്കുകയാണ് ഈ നിയമയുദ്ധത്തിലൂടെ കഴിഞ്ഞത്. ഈ വിഷയം രാഷ്ട്രീയത്തിൽ മാത്രം ഊന്നി നിന്നിരുന്നെങ്കിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാതെ ആയിരിക്കില്ലായിരുന്നു. സുപ്രീം കോടതി വിധി വന്നതോടുകൂടി സുപ്രീം കോടതി എന്തുകൊണ്ട് ഇതിനെ അംഗീകരിച്ചു? ഹൈക്കോടതി അംഗീകരിച്ച, സുപ്രീം കോടതി അംഗീകരിച്ച ഒരു തരത്തിലുമുള്ള നിയമതടസ്സമില്ലാത്ത ശബരിമലയിലെ അയ്യപ്പ സംഗമം അതാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്ന ഒരു
പുതിയ വാദം കൂടി സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുത്തത്. ശബരിമലയിൽ ഇനി ബോൾ സർക്കാരിൻ്റെ കോർട്ടിലാണ്. അടുത്തതായി ഈ പദ്ധതിയുടെ ഈ സംഗമം വളരെ മനോഹരമായി നടത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ള ചലഞ്ച്. 3-4 ദിവസമായി വളരെ ശക്തമായ മിഷനറി സർക്കാർ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. ഒരു തരത്തിലും അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും. ഒരു കാരണവശാലും BJPയുടെയോ കോൺഗ്രസിൻ്റെയോ അതുപോലെ മറ്റേതെങ്കിലും സംഘടനകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതിഷേധമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ആദ്യഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെയൊന്നും നടത്താനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ജനവികാരം അയ്യപ്പ സംഗമം നടക്കട്ടെ എന്നൊരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്ന് നിയമസഭയിൽ ഒരു ചോദ്യത്തിന്, അത് പ്രതിപക്ഷ MLA-മാരുടെ ഭാഗത്തു നിന്ന ചോദ്യമാണ്, അതിനകത്ത് പിണറായി വിജയൻ സർക്കാർ അഫിഡവിറ്റിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നൊരു വാദവും കൂടി മുന്നോട്ട് വെച്ചു. ഇനി അതിനുള്ള മറുപടിയൊക്കെ വരണം. പക്ഷേ നോക്കൂ, ശബരിമല വിവാദം തുടങ്ങുമ്പോൾ, ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള വിവാദം തുടങ്ങുമ്പോൾ ഇതൊരു രാഷ്ട്രീയ ക്യാമ്പയിനാണ് എന്ന് പറഞ്ഞു തുടങ്ങിയെടുത്തുനിന്ന് ഇത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു നല്ല കാര്യമാണെന്ന് ഇന്ത്യയിലെ കോടതികൾ സമ്മതിച്ച ഒരു സംഭവമായി ശബരിമല അയ്യപ്പ സംഗമം മാറുകയാണ്. അതാണ് കാര്യം. അപ്പോൾ ക്ലീൻ ചിറ്റാണെന്ന് മാത്രമല്ല, രാഷ്ട്രീയമായും നിയമപരമായും അതോടൊപ്പം അവർക്ക് ധാർമ്മികമായും ഇത് നടത്താം എന്നുള്ളതാണ് ഈ ഇത്രയും ദിവസത്തെ വിവാദങ്ങൾക്ക് അവസാനം വന്നു നിൽക്കുന്നത്. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ ശബരിമല അയ്യപ്പ സംഗമം തുടങ്ങാൻ. വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാ? അതിൻ്റെ ക്രെഡിറ്റ് സർക്കാരിനാണ്. ഇതിനെ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് എതിർത്തവർക്ക് പോലും മോശം കാര്യങ്ങൾ അവർ തിരിച്ചു പറയും. നിങ്ങളല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത്, നോക്കൂ എന്ത് ഭംഗിയായി കാര്യങ്ങൾ നടന്നു. ഇതിനിടയ്ക്ക് രാഷ്ട്രീയമാണെന്നും ഇതിനകത്ത് വേറൊരു ഉദ്ദേശമുണ്ടെന്നും അതെല്ലാം ഈ നിയമയുദ്ധത്തിനിടയിലൂടെ പോയി. ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാർ സുവർണാവസരം ഉപയോഗിക്കാൻ തീരുമാനിച്ച സർക്കാർ അതിൽ ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നു. സംസ്ഥാന സർക്കാരിന് വൻ വിജയം തൽക്കാലം. ഒരാഴ്ച മുമ്പ് എന്തൊക്കെയായിരുന്നു കഥ? 10 കൂട്ടം തോക്ക്, മലപ്പുറം കത്തി, ആന, കുതിര, പിന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി, സംഗമം നടക്കില്ല, രാഷ്ട്രീയ പേരിതം, പിന്നെന്താണ് അയ്യപ്പന്മാരുടെ പൈസ മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നു, കഥകളായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി ചവിട്ടിയോട്ടലെടുത്തു, സുപ്രീം കോടതി ഇട്ടു. ഇപ്പോൾ ഒരു ഉണ്ടാട്ടമില്ല, ഇപ്പോൾ ചർച്ചയില്ല, ഒരു സംഭവമില്ല. എന്താ ചർച്ച എന്ന് പറയുന്നത് ശബരിമലയുടെ ഉന്നമനമാണ്, ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യം എന്നുള്ളത് പാർട്ടിയും സർക്കാരും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരും കേൾക്കുന്നില്ല. അപ്പോൾ പറയുന്നത് അപ്പം ഇവർ പറയുന്നവർക്കൊന്നും രാഷ്ട്രീയമില്ല കേട്ടോ. എന്ത് കൃത്യമായ നിലപാടുകളാണ്. BJPക്ക് ഒരു രാഷ്ട്രീയമില്ല, കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം മുഴുവനുള്ളത് CPM-നാണ്. ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നറിയോ? ഇതെങ്ങാനും നടപ്പിലാക്കി അയ്യപ്പ വിശ്വാസികളുടെ ഓട്ടെങ്ങാനും ഇങ്ങോട്ട് പോയാലുള്ളത് വിഷമാണ്, അല്ലാതെ വേറെ എന്താണ് ഇതിനകത്തുള്ളത്? ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രശ്നത്തെക്കുറിച്ചാണോ, അല്ലെങ്കിൽ അവിടുത്തെ വികസനത്തെക്കുറിച്ചോ, മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടാണോ? ഇതൊക്കെ ഒരു സർക്കാർ വന്ന് നടപ്പിലാക്കിയാൽ ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ട് നഷ്ടപ്പെട്ടാലോ എന്നുള്ള വിഷമാണ്. അതിപ്പോൾ എന്താ പറയുന്നറിയോ? സർക്കാരിന് മാത്രം രാഷ്ട്രീയം, സർക്കാർ ചെയ്യുന്നത് മാത്രം രാഷ്ട്രീയം, വേറെ ആർക്കും രാഷ്ട്രീയമില്ല. ഇവിടുത്തെ ഓരോ പാർട്ടികൾക്കും രാഷ്ട്രീയമില്ല കേട്ടോ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ഒരു സംവിധാനം കൊണ്ടുവരാനേ സമ്മതിക്കില്ല, ഒരു വികസനം കൊണ്ടുവരാനേ സമ്മതിക്കില്ല. വികസനം കൊണ്ടുവന്നില്ലെങ്കിൽ നേരെ കൂടി ഹൈക്കോടതിയിലേക്ക്, അത് കഴിഞ്ഞ് ഹൈക്കോടതി കിട്ടിയില്ലെങ്കിൽ നേരെ സുപ്രീം കോടതി പോകും. എന്താ അവിടെ പ്രശ്നം? ഞാൻ കഴിഞ്ഞ മീറ്റിംഗ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അയ്യപ്പ സംഗമം നടക്കുന്നത് കൊണ്ട് എന്താണ് ദോഷം? എന്താണ് ആ ദോഷം? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയണ്ടേ? അയ്യപ്പ സംഗമം നടക്കുന്നതുകൊണ്ട് എന്താണ് ദോഷം എന്ന് പറയണ്ടേ? ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ ഒരു ദോഷത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അയ്യപ്പ സംഗമം നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുപോവാണ്. ജിമ്മി സാർ നേരത്തെ പറഞ്ഞത് 100% കറക്റ്റ്. എന്താണെന്നറിയോ? ഈ വടി കൊടുത്ത് അടി വാങ്ങാന്ന് കേട്ടിട്ടുണ്ടോ? നേരെ കൊണ്ട് വടി കൊടുക്കുന്നത് പുറം വഴി വാങ്ങുകയാണ്, ഇല്ലേ? കോടതി പോകുന്നു വാങ്ങുന്നു, ഹൈക്കോടതി പോകുന്നു വാങ്ങുന്നു, സുപ്രീം കോടതി പോകുന്നു വാങ്ങുന്നു, എന്നിട്ട് ചിരിക്കുകയാണ്. എന്താണ് സംഭവം? അയ്യപ്പ സംഗമം നടക്കും. ഇപ്പോൾ അയ്യപ്പ സംഗമം നടക്കുന്നുള്ളത് മാത്രമല്ല, ആഗോള മലയാളികൾ മുഴുവൻ അറിയുന്ന രീതിയിൽ നടക്കുന്നുള്ളതായി, ലോകം മുഴുവൻ അറിയുന്ന രീതിയിൽ ടെലികാസ്റ്റ് ഉണ്ടാവും, ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്യും. ഞാൻ പറയുന്നത് ഒരു കണക്കിന് നന്നായി എന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്താ അറിയോ? ഇത് ആഗോള അയ്യപ്പ സംഗമം എന്ന് ഉദ്ദേശിച്ചതിന് കാരണം ഇത് ലോകം മുഴുവൻ അറിയിക്കുക. ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടക്കുന്നുണ്ടും ഇന്ന മാറ്റങ്ങൾ ശബരിമലയിൽ വരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ലോകത്തെ മുഴുവൻ അറിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ഭക്തർ വരുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് ഭക്തർ വരുന്നുണ്ട്, നേപ്പാളിൽ നിന്ന് ഭക്തർ വരുന്നുണ്ട്. എവിടെയൊക്കെ അയ്യപ്പ ഭക്തന്മാരുണ്ടോ അവരെല്ലാം വരുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മന്ത്രിമാരും സാധാരണക്കാരുമായ നിരവധി ഭക്തർ ശബരിമലയിൽ വരുന്നുണ്ട്. ഇവർക്കൊക്കെ എന്തൊക്കെ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഒരു 2 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ശബരിമല, 3 വർഷം കഴിയുമ്പോൾ എന്തൊക്കെയാണ് ശബരിമല എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നടപ്പിലാക്കുന്നത്. അതിന് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്നേ. ആർക്കാ ബുദ്ധിമുട്ട്?
ആർക്കാ ബുദ്ധിമുട്ട്? ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇന്നിപ്പം നമ്മുടെ നാട്ടിലൊരു പള്ളിയുണ്ട്, എനിക്ക് തോന്നുകയാണോ അയ്യോ ആ പള്ളിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് തോന്നുകയാണ്. അത് എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ ഇവിടുന്ന് വേളാങ്കണ്ണി പോകുന്ന ഒരാളാണ്, റെഗുലറായിട്ട് വേളാങ്കണ്ണി പള്ളി പോകുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പോകേണ്ട കാര്യമില്ല. ഇവിടെ മാതാവിൻ്റെ പള്ളി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. നമ്മൾ വേളാങ്കണ്ണി പോകുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന് വേണ്ടി അവിടെ പോകുന്നത്. അതുപോലെ തന്നെയാണ് ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും മറ്റിടത്തു നിന്നൊക്കെ എവിടേക്ക് ആൾക്കാർ വരുന്നത്, ഇവിടേക്ക് ആൾക്കാർ വരുന്നത്, ശബരിമലയിലേക്ക് ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വർണം പൂശിയ പിന്നെന്താണ് കൊടിമരം കാണാം. എനിക്ക് തോന്നുകയാണ് ഞാനൊരു വലിയ പണക്കാരനാണ്, എൻ്റെ കയ്യിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരാളുടെ കയ്യിലുണ്ട്, അവർക്ക് തോന്നുകയാണ് ഈ കൊടിമരം അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചും കൂടെ വൃത്തിയാക്കി ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനിച്ച് അദ്ദേഹത്തിന് മനസ്സിലിരിക്കുന്നുണ്ടാവും. ഇതുപോലെ സംഗമം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ അറിയാൻ പറ്റും അയ്യോ മുഖ്യമന്ത്രിക്ക് പിന്നെ നിവേദനം കൊടുത്ത് ദേവസ്വം മന്ത്രി നിവേദനം കണ്ട് ഇവിടെ കൊടുക്കും, അങ്ങനെയല്ലല്ലോ പറ്റും. അല്ലെങ്കിൽ കുറേ പൈസ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ഭണ്ഡാരത്തിലിടുകയാണ് വേണ്ടത്. അങ്ങനെയല്ലല്ലോ. എൻ്റെ ആഗ്രഹം എന്താ? എൻ്റെ ആഗ്രഹം ഈ കൊടിമരം ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി എനിക്കിത് പറയാൻ പറ്റുന്ന ഒരു സംഗമം നടത്തട്ടെ എന്നേ. അങ്ങനെയല്ലേ ഒരു സംസ്ഥാനം വിജയിക്കല, ഒരു ഏരിയ വിജയിക്കുക, ഒരു സംഗമം വിജയിക്കുക, ഒരു ശബരിമലയിൽ ഉന്നമനം വരിക. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഈ ചില മന്ത്രിമാരൊക്കെ ഉണ്ട്, കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രയിലുമൊക്കെ മന്ത്രിമാർ നിരവധി പേർ എല്ലാ സമയങ്ങളും വരുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ മന്ത്രിമാരെ പോലെ പിന്നെ ഒരേക്കർ സ്ഥലവും കുഞ്ഞു വീട്ടിലിരിക്കുന്നവരല്ല. അവിടെ BMW ബെൻസും എടുത്തിട്ട് പരക്കം പായുന്ന മന്ത്രിമാരാണ്. അവരുടെ ഇഷ്ടം പോലെ പൈസയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അയ്യപ്പ ഭക്തന്മാരാണ്. അവരുകൊണ്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവരൊക്കെ വരട്ടേന്നേ. നമ്മുടെ നാടിൻ്റെ വികസനമല്ലേ, നമ്മുടെ അയ്യപ്പ സംഘം ശബരിമലേൻ്റെ വികസനമല്ലേ, അവിടെ ഒരു ഉന്നതി ഉണ്ടാകുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ പറയുന്നതിന് മുൻപേ ഉടക്കിടാൻ വേണ്ടിയിട്ട് കുറേ രാഷ്ട്രീയ പാർട്ടിയിൽ ഇറങ്ങിക്കോളും. എന്ത് പറഞ്ഞാലും ഉടക്കം. അവരുടെ മുൻപേ അവരുടെ മുമ്പ് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ആ രാഷ്ട്രീയത്തെ എങ്ങനെ തുറന്നു കാട്ടാം എന്നുള്ളത് സർക്കാർ നല്ല രീതിയിൽ ധാരണയുണ്ടെന്നേ. ഇപ്പം നമ്മൾ കണ്ടില്ല, കുറച്ച് ദിവസം അടിയന്തര പ്രമേയം എടുക്കുന്നേ ഇല്ലല്ലോ. അടിയന്തര പ്രമേയം അത് തള്ളിക്കളയും, എടുക്കുന്നില്ല എന്ന് പറയും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്താ നടക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന അടിയന്തര പ്രമേയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ പിന്നെ മിണ്ടാട്ടമില്ല. അടിയന്തര പ്രമേയം ചർച്ച ചെയ്താൽ പിന്നെ മിണ്ടാട്ടമില്ല. ഇതുപോലെ തന്നെയാണ്. ഇതെന്താണ്? വരുന്നരുത്, നടപ്പിലാക്കരുത്, വികസനം വരാൻ പാടില്ല, ഇങ്ങനെ ശീലിച്ച് പോയി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അവസാനം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പണ്ട് പറഞ്ഞോലെ അവസാനം എത്തി നിൽക്കും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതിലേക്ക്. അപ്പം ഇതുപോലെയുള്ള വികസനങ്ങൾ വരണമെങ്കിൽ ഇതുപോലെയുള്ള സംഗമങ്ങൾ നടക്കണം. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, പമ്പ വരെയുള്ള റോഡുകൾ കണ്ണാടി റോഡുകളായി എന്നാണ് പറഞ്ഞത് അല്ലേ? കണ്ണാടി റോഡുകളായി. അങ്ങനെയല്ലേ വികസനം ഉണ്ടാകുന്നത്. ഇപ്പം അല്ലെങ്കിൽ സാധാരണ എന്താ നടക്കുക? ശബരിമല ദർശനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, മണ്ഡലകാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇടിപിടിന്ന് പരിപാടി നടക്കുകയാണല്ലോ. ഇപ്രാവശ്യം പമ്പ റോഡ് വൃത്തിയായില്ലേ? നടക്കട്ടെന്നേ. അങ്ങനെയൊക്കെയാണ് നാട് നന്നാവുക, അങ്ങനെയൊക്കെയാണ് സംവിധാനങ്ങൾ നടപ്പിലാകുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സർക്കാർ അയ്യോ സംഗമം നടത്താൻ പാടില്ല, നിങ്ങളവിടെ വികസനം നടത്തിയാൽ മതി, അങ്ങനെയല്ലല്ലോ ഇതുവരെയുള്ള സർക്കാരുകളൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കേരളം ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരണത്തിൽ പോകുന്ന സമയത്തെ ആ ഒരു 60 ദിവസം ഉണ്ടല്ലോ, ഭരണം തീരുന്നതിന് മുൻപുള്ള 60 ദിവസം കല്ലിടലായിരുന്നു, ഉദ്ഘാടനമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അയ്യോ ഇതെന്താ ചെയ്തിട്ട് അങ്ങ് വിട്ടിട്ട് പോയാൽ പോരായിരുന്നു. അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഉദ്ഘാടനം ചെയ്യുന്നു. വിമാനം ഇറങ്ങാത്ത കണ്ണൂർ വിമാനത്താവളം വരെ ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോയത് അല്ലേ? പകുതിക്ക് നിൽക്കുന്ന മെട്രോ ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോയത്. തറക്കല്ലിട്ട വിഴിഞ്ഞ ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോയത്. ഇതൊക്കെ ചെയ്തിട്ടല്ല പോയത്. അപ്പോൾ അതെന്തിനാ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്തു കാണിച്ചു. അങ്ങനെ തന്നെയാണ് എല്ലാ സർക്കാരുകളും ചെയ്തിട്ടുള്ളത്. ഇതങ്ങനെ തന്നെ കൂട്ടിയാൽ മതി. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ വരുന്നു, ശബരിമലയുടെ പ്ലാൻ ചെയ്തു. അതെല്ലാ അയ്യപ്പ വിശ്വാസികളോടും കൂടി ആലോചിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഹിന്ദു സംഘടനകളോട് ചോദിക്കുന്നു, SNDP-നോട് ചോദിക്കുന്നു, NSS-നോട് ചോദിക്കുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റില്ല. പോയി ചോദിച്ചു എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ VD സതീശൻ്റെ വീട്ടിൽ പോയി കത്ത് കൊടുത്തു. ആര് കൊടുത്തു? ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അത് വായിച്ച് നോക്കാനുള്ള മര്യാദ പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം സർക്കാരിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാണ്, എല്ലാ അമ്പലങ്ങളുടെയും ഭാഗമാണ്. അവരെ ആൾക്കാർ എന്നിട്ട് പ്രതിപക്ഷ പാർട്ടീനെ കണ്ടിട്ടുണ്ട്, ഭരണപക്ഷ പാർട്ടീനെ കണ്ടിട്ടുണ്ട്, BJP-നെ കണ്ടിട്ടുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തുള്ള എല്ലാവരെയും കണ്ടിട്ടുണ്ട്. സഹകരിക്കാമെങ്കിൽ സഹകരിച്ചിട്ട് അവിടെ പോയി അഭിപ്രായം പറയണ്ടായിരുന്നോ? കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ആ വിളിച്ച യോഗത്തിൽ പോയി നിങ്ങൾക്ക് പറയാനുള്ള വേദി എന്തായാലും കിട്ടുമല്ലോ. ഒരു പ്രതിപക്ഷ നേതാവ് ആ യോഗത്തിന് പങ്കെടുത്താൽ വേദി കൊടുക്കാതിരിക്കുമോ? മൈക്ക് കൊടുക്കാതിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ പോയിട്ട് ക്ലാരിറ്റിയോടുകൂടി പറയണം, മുഖത്ത് നോക്കി പറയണം. ഇങ്ങനെയല്ല അത് നടപ്പിലാക്കേണ്ടത്, അങ്ങനെയല്ല പറയേണ്ടത്. അതിന് പകരം ക്ഷണിക്കാൻ ചെന്ന ആളുടെ കത്ത് പോലും മേടിക്കുന്നില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണാൻ പോലും കൂട്ടാക്കത്തില്ല. ഞങ്ങൾ അങ്ങനെ ഒരു സംവിധാനത്തിനെതിരെയല്ല. അപ്പോൾ അതിനർത്ഥം ഈ പറഞ്ഞ ശബരിമല വികസനത്തിനെതിരാണെന്നാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു നാട്ടിലൊരു വികസനവും നടക്കില്ല എന്ന്.
അങ്ങനെ ഒരു വികസനവും നടക്കില്ല. അപ്പോൾ ഇനി എന്താ, ഇനിയിപ്പം അയ്യപ്പ സംഗമത്തിൽ ഞാൻ പറയാം, ഇനിയിപ്പോൾ അയ്യപ്പ സംഗമത്തിൽ വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് അയ്യപ്പന്മാരെ എല്ലാം ഒഴിവാക്കിയിട്ട് വേറെ ഒരു സംവിധാനം വെച്ചിട്ട് നടപ്പിലാക്കാൻ നിങ്ങൾ പറഞ്ഞോളൂ. ഇത് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെയല്ലല്ലോ നടപ്പിലാക്കുന്നത്. എല്ലാ അയ്യപ്പ ഭക്തരെയാണ് വിളിക്കുന്നത്, എല്ലാ ഹിന്ദു സംഘടനകളെയാണ് വിളിക്കുന്നത്, അവരെല്ലാം പങ്കെടുക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ SNDPൻ്റെ ആൾക്കാർ, പിന്നെ എന്താണ് സെക്രട്ടറി പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്, NSNസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കാമെന്ന് പറയുന്നത്. ഇത് ഈ രണ്ടുമാണല്ലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു സംഘടന എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ചെറിയ പാർട്ടികളെല്ലാം തന്നെ എല്ലാ സംഘടനകളിലും പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ വിചാരിക്കുന്നവരുടെ അഭിപ്രായം കൂടെ വാങ്ങിയിട്ട് ഇത് നടപ്പിലാക്കുമെന്ന് വെച്ചാൽ അങ്ങനെ അല്ല എന്ന് തീരുമാനിച്ചിട്ട് മുന്നിടും. ഇനി എന്താ, കേരളത്തിലെ ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട നീതിപീഠങ്ങൾ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും, പരമോന്നത നീതിപീഠം വരെ ഇത് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ആരുടെ അനുമതിയാണ് വേണ്ടത്? അപ്പോൾ അത് ഗംഭീരമായിട്ട് നടക്കും, അത് വലിയ വിജയമാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, സുജയ. സംഗമത്തിന് കോടതി ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. പക്ഷേ അയ്യപ്പന്റെ ഒരു ക്ലീൻ ചിറ്റ് ഹൈക്കോടതി വഴി ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിലാണ് കൃത്യമായി ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമമായി നടത്താൻ പോകുന്നു 20-ാം തീയതി. അതിനു മുൻപ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി അതിൽ നടന്നിട്ടുള്ള കള്ളക്കളി എന്താണ് എന്നത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷിക്കണമെന്നുള്ള ഉത്തരവ് കേരള ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ്. നേരത്തെ ജിമ്മി ജെയിംസ് സാറ് ഇവിടെ സൂചിപ്പിച്ച അതേ ഹൈക്കോടതി തന്നെ, അതായത് അയ്യപ്പ സംഗമത്തിന് അനുമതി കൊടുത്ത അതേ ഹൈക്കോടതി തന്നെ അനുമതി കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവിട്ടിരിക്കുന്ന മറ്റൊരു വിധി കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പൻ ഇതെല്ലാം കാണുന്നുമുണ്ട്. ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നിങ്ങൾ ശബരിമലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഉത്തരവിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 40 വർഷം വാറന്റിയുള്ള ഗോൾഡ് പ്ലേറ്റഡ് കവറിംഗ്. അപ്പോൾ ആ കവറിംഗ് എങ്ങനെയാണ് 6 വർഷം കൊണ്ട് ചീത്തയായതെന്ന് കോടതി ചോദിക്കുമ്പോൾ അതിനൊരു മറുപടിയില്ല. 40 വർഷം വാറന്റിയാണ്. മാത്രമല്ല ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ അത് സ്പോൺസർ കൊണ്ടുപോകുമ്പോൾ അതിന് ആരും അനുഗമിക്കുന്ന പോലുമില്ല. അപ്പോൾ എവിടെയാണ് ഈ 4 കിലോ അങ്ങ് മാഞ്ഞു പോകത്തൊന്നുമില്ലല്ലോ. 4 കിലോയാണ്, 4 ഗ്രാം അല്ല, 40 ഗ്രാം അല്ല, 4 കിലോയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നടന്നിട്ടുള്ള കള്ളക്കളി എന്താണ് എന്നത് കൂടി കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് പറയാവുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അതിൽ രാഷ്ട്രീയം കൊണ്ടുവരികയാണെങ്കിൽ അത് തെറ്റാണ്. ആ രാഷ്ട്രീയം സർക്കാർ കൊണ്ടുവരില്ല എന്ന് സർക്കാർ കോടതിയിലടക്കം പറഞ്ഞതിനെ നമുക്ക് ഈ സാഹചര്യത്തിൽ വിശ്വസിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം അത് വിശ്വാസികളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, അവരുടെ കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അവരുടെ കൺസെന്റ് എന്തിനാണ്? ശബരിമലയുടെ ഉന്നമനത്തിനായിട്ടുള്ള ഒരു സംഗമം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളായ ആളുകൾ ഈ പരിപാടിക്ക് വരുന്നത്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് എത്ര പേരാണ്? 4864 പേരാണ്. അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത 3000 പേർ, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച 500 പേർ, 3500 പേരായിരിക്കും ഈ സംഗമത്തിന് പമ്പയിലേക്ക് എത്തുക. ഇവിടെ കോടതി ഇന്ന് ഈ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ പറഞ്ഞത് ഭരണപരമായ വീഴ്ചയാണ് ഈ സ്വർണ്ണപ്പാളിയിലെ തൂക്ക വ്യത്യാസത്തിന്റെ കാരണമെന്നാണ്. ആ ഭരണപരമായ വീഴ്ച എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ദേവസ്വം ബോർഡിനും സർക്കാരിനും എല്ലാം ചേരുന്ന ആ സംവിധാനത്തിനുണ്ടായ വീഴ്ചയാണ്. അങ്ങനെ വീഴ്ച വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് 2 ദിവസത്തിനപ്പുറം 20-ാം തീയതി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. അവിടെയും പ്രൊവൈഡഡ് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അവിടെ വിശ്വാസികളുടെ വിശ്വാസപരമായ ഒരു കാര്യത്തിനും അവിടെ തടസ്സമുണ്ടാകാൻ പാടില്ല. കാരണം 21-ാം തീയതി വരെ കന്നിമാസ പൂജകൾക്കായി ശബരിമലയിലേക്ക് ഭക്തർക്ക് പോകുന്നതിനുള്ള സമയമാണ്. അപ്പോൾ ഓരോ ദിവസവും ദർശനത്തിനുള്ള ഭക്തരുടെ എണ്ണത്തിലടക്കം വ്യത്യാസം വന്നാൽ അത് ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ ഹർജിക്കാർക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ഈ 2019 ഈ സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ അതിന്റെ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല. അതുപോലെ തന്നെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തേണ്ട ഒരു ക്ഷേത്ര സമിതിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയാണ് ഉണ്ടായത്. അപ്പോൾ വീഴ്ച പറ്റിയ ഒരു സംവിധാനമാണ് ഇപ്പുറത്ത് സംഗമം നടത്താൻ പോകുന്നത്. പോയിന്റ് 1. ഇനി സ്വർണ്ണപ്പാളി കേസിൽ വിശദമായ അന്വേഷണത്തിന് കോടതി ഉത്തരവിടുന്നത് എന്തുകൊണ്ടാണ്? ഈ ശ്രീകോവിലിലെ, അതായത് അയ്യപ്പന്റെ മുന്നിൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിന്റെ ഘടനയുമായി, ശ്രീകോവിൽ ഘടനയുമായി ഏറ്റവും പ്രധാനപ്പെട്ടതും വിശ്വാസികൾ വിശ്വാസത്തോടെ വന്ന് വണങ്ങി പോകുന്ന ഭാഗവുമാണ്. അവിടെയാണ് ഈ രീതിയിലുള്ള കള്ളക്കളി നടന്നിരിക്കുന്നത്, കള്ളത്തരം നടന്നിരിക്കുന്നത്. അപ്പോൾ നാളെ അയ്യപ്പനായിരിക്കും, ഇന്ന് ദ്വാരപാലകനെങ്കിൽ നാളെ അയ്യപ്പനായിരിക്കും. അങ്ങനെ സംശയിച്ചു കൂടായികയൊന്നുമില്ല. കാരണം അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നതിന് കൃത്യമായ എക്സാമ്പിൾ ഇവിടെ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ വിശ്വാസികളെ പറ്റിക്കാൻ സംഗമം നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആ സംഗമത്തിന് മുൻപ് തന്നെ സാക്ഷാൽ അയ്യപ്പൻ തന്നെ ഇടപെട്ട് പ്രവർത്തിച്ചതുപോലെയാണ് ഇന്നത്തെ ഈ ഒരു ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ അന്വേഷണത്തിനുള്ള ഉത്തരവിനെ കാണേണ്ടത്. വിശ്വാസികൾ അങ്ങനെയായിരിക്കും കാണുന്നത്. സ്വർണ്ണമടക്കം പൂശിയ പാളിയുടെ ഭാരത്തിലെ ചേർച്ചക്കുറവ് അത് ആരും അറിഞ്ഞില്ല, ആരെയും
ആരെയും അറിയിച്ചില്ല. ഈ സ്വർണ്ണപ്പാളി എന്നിട്ട് കറക്ഷന് വേണ്ടി കൊണ്ടുപോകുന്നതിന് ആരുടെയും അനുമതി തേടിയില്ല. എല്ലാം വളരെ രഹസ്യമായി ചെയ്തു തീർക്കാമെന്ന് പദ്ധതിയിട്ടു. അതാണ് ഇവിടെ പൊളിഞ്ഞത്. 1999 ഈ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയെങ്കിൽ പിന്നെ എന്തിനാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും 2019 സ്വർണം പൂശിയത്? അപ്പോൾ കുറെ കള്ളത്തരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നത് കോടതിക്ക് തന്നെ സംശയം തോന്നുകയാണ്. 2019 ചെമ്പിലാണ് നിങ്ങൾ സ്വർണം പൂശിയതെങ്കിൽ അതിലെ ഭാരത്തിന് എങ്ങനെ വ്യത്യാസം വരും? ദേവസ്വം ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഇന്ന് കോടതിയിൽ മഹസർ രേഖകളൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു. രേഖ കൊടുത്തപ്പോഴാണ് കേട്ടോ, നേരത്തെ ഹർജിയിലേക്ക് പോയപ്പോൾ രേഖയില്ലെന്നല്ലേ പറഞ്ഞു. ഇവിടെ കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത രേഖകൾ പരിശോധിച്ചിട്ടാണ് കോടതി ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. 2019 പാളിയുടെ ഭാരം 42 കിലോ, ശില്പത്തിൽ നിന്ന് മാറ്റി 1.5 മാസം പാളികൾ ദേവസ്വം കയ്യിൽ വെച്ചു. ആരാണ് കയ്യിൽ വെച്ചത്? ദേവസ്വം കയ്യിൽ വെച്ചപ്പോഴേക്കും ഭാരം 4 കിലോ അങ്ങ് കുറഞ്ഞു. ആ 4 കിലോ എവിടെ പോയി? കയ്യിൽ വെച്ചപ്പോഴേക്ക് 4 കിലോ കുറഞ്ഞു, അല്ലാതെ ഉരുക്കിയപ്പോഴല്ല. കയ്യിൽ വെച്ചപ്പോൾ 4 കിലോ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ 4 കിലോ എവിടെ പോയി? 40 ഗ്രാമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ തേയ്മാനം വന്നെന്നെങ്കിലും പറയാം. പക്ഷേ 4 കിലോയൊക്കെ തേയ്മാനം ഒരു ശില്പത്തിന് വരിക, പാളിക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിയോണ്ട് ഇമാജിനേഷനാണ്. അപ്പോൾ അതെന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഈ 3 ആഴ്ചയ്ക്കകം നടക്കുന്ന അന്വേഷണത്തിൽ കൃത്യമായ ഒരു വിവരം പുറത്തു വരണം. അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഭാരം അളന്ന് പരിശോധിച്ചില്ല. ഇതൊക്കെ വിചിത്രമല്ലേ? അപ്പോൾ വിചിത്രമായ കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണമടങ്ങിയ പാളിക്ക് ഭാരക്കുറവ് എങ്ങനെ സംഭവിക്കുമെന്ന് കോടതി തന്നെ ചോദിക്കുന്നുണ്ട്. ഈ 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, നമ്മളോടക്കം പ്രതികരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വഴിപാടായിട്ട് സ്വർണം പൂശുന്നത്. അപ്പോൾ SP റാങ്കിലുള്ള ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർ ഇതിലെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കണം. അതെന്തായാലും ഈ സംഗമം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് വരിക. പക്ഷേ സംഗമത്തിന് മുൻപ് തന്നെ നേരത്തെ ചെയ്തു വെച്ച ഒരു കള്ളത്തരത്തിന്റെ കൃത്യമായ വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം എന്താണ്? ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ല. ഹൈക്കോടതി അവിടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നതാണ്. അതോടൊപ്പം തന്നെ ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുത്. ഈ ജർമ്മൻ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് പന്തലൊക്കെ കെട്ടി സജ്ജീകരണങ്ങളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടി നടക്കട്ടെ. കാരണം വിശ്വാസികളൊക്കെ ഒത്തുകൂടുന്ന ഒരു പോസിറ്റീവ് എനർജി പമ്പയിൽ ഉണ്ടാകുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. ഇവിടെ സുതാര്യമായിട്ടുള്ള ഒരു സാമ്പത്തിക അക്കൗണ്ടിങ് അവിടെ ഉണ്ടാകണം. അത് മറ്റു രീതിയിലുള്ള പിരിവാകരുത്. കാരണം ആഗോള സംഗമമൊക്കെ നടത്തി കഴിയുമ്പോഴേക്കും നല്ലതാണ് എന്ന് പറഞ്ഞത് CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അതിൽ വരവും ഒക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് സാധാരണ പരിഗണന മാത്രമേ പാടുള്ളൂ. പക്ഷേ ഞാൻ ആ പന്തലിലേക്ക് ഒന്ന് നോക്കി കേട്ടോ. പൂർണ്ണമായും AC ആണ്, എയർ കണ്ടീഷൻഡ് പന്തലാണ്. കാരണം പമ്പയിൽ ചൂടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ പൂർണ്ണമായിട്ടും എയർ കണ്ടീഷൻഡ് ആക്കിയിട്ടുള്ള ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള പന്തൽ നല്ലതാണ്. സൗകര്യങ്ങളൊക്കെ വേണം. കാരണം കേരളം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല സൗകര്യങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ഗ്രീൻ റൂമും മീഡിയ റൂമും കൂടാതെ അവിടെ ഒരു VIP ലോഞ്ച് കൂടിയാണ്. അത് ചിലപ്പോൾ VIP-കൾ ഈ 3000 രജിസ്റ്റർ ചെയ്ത ആളുകളായിരിക്കില്ല. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ വരുമല്ലോ. അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം VIP ലോഞ്ച്. അതായത് പ്രത്യേക സജ്ജീകരണം ഈ പന്തലിൽ തന്നെ ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ VIP-കൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവരെയൊക്കെ ആയിരിക്കാം. കാരണം 3000 പേർക്ക് ഞങ്ങൾ അങ്ങനെയൊന്നും ഒരുക്കിയിട്ടില്ല എന്ന് അവിടെയും വാദിക്കാം. എന്തായാലും 4864 പേരിൽ നിന്ന് 1864 പേര് രജിസ്റ്റർ ചെയ്തെങ്കിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം 3000 പേരെ മതി. ഇനി ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് അതുകൂടി നോക്കാം. ഈ ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ വിഷയാവതരണമാണ് അവിടെ നടക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ വിഷയാവതരണം ഈ ക്ഷണിക്കപ്പെട്ട 3000 പേരുടെ മുന്നിൽ നടത്തിയാൽ മതിയോ? അതോ കൃത്യമായിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ നടത്താൻ പറ്റുന്ന ആളാണല്ലോ K. ജയകുമാർ IAS. അദ്ദേഹം തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന മാസ്റ്റർ പ്ലാൻ നല്ലതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം വികസനോന്മുഖമായി കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ K. ജയകുമാർ IAS നടത്തുന്ന ഈ വിഷയാവതരണം ഈ 3000 പേരുടെ മുന്നിൽ നടത്തിയാൽ മതിയോ? ശബരിമലയിലേക്ക് ഒരു ദിവസം തന്നെ കയറ്റുന്നതിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് 80,000 പേരെയാണ് ഒരു സമയത്ത്, അതായത് മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ക്യൂ അനുസരിച്ച് കൃത്യമായി കടത്തിവിടുന്നത് എത്ര പേരെയാണ്? അപ്പോൾ ഈ 3000 പേര് തീരുമാനിച്ചാൽ മതിയോ? 3000 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയിൽ ഒരു ദിവസം മണ്ഡല മകരവിളക്ക് കാലത്ത് ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ എത്രയാണ് വരിക? ഈ 3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3000 പേരെ ഒരു വലിയ പന്തലിൽ, ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള പന്തലിൽ ഇരുത്തിക്കൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചു കഴിഞ്ഞ് അവരിൽ നിന്ന് മാത്രം നിർദ്ദേശം സ്വീകരിക്കുന്നതാണോ പദ്ധതി? ആ കാര്യത്തിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി വരുത്താൻ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ കഴിഞ്ഞിട്ടില്ല. പരിപാടി നടത്താൻ പോകുന്നു. അവിടെ നടക്കുന്ന പരിപാടി ഇതാണ്. മാസ്റ്റർ പ്ലാനിന്റെ വിഷയാവതരണം നടത്തും. നിലവിൽ നടപ്പാക്കുന്നതും ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ വികസന പദ്ധതികൾ സംഗമത്തിനെത്തുന്ന ഭക്തരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. അപ്പോൾ ശബരിമലയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ സംഗമത്തിന് രജിസ്റ്റർ ചെയ്യാത്ത, ഇപ്പോൾ 4864 പേർ രജിസ്റ്റർ ചെയ്തെങ്കിൽ അതിൽ 3000 പേരെ പങ്കെടുക്കുന്നുള്ളൂ. ബാക്കി 1864 പേർക്കും നിർദ്ദേശങ്ങൾ ഉണ്ടാകുമല്ലോ. നിർദ്ദേശം ഉള്ളത് കൊണ്ടാണല്ലോ അവർ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നിർദ്ദേശമൊക്കെ എങ്ങനെ കൊടുക്കും? അവരുടെ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെ സമർപ്പിക്കാനായിട്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം പോലും ഇതിൽ ഒരുക്കിയിട്ടില്ല എന്നത് ഒരു കാര്യമാണ്. അപ്പോൾ ഈ 3000 പേരെ വിളിച്ചിരുത്തി അവരുടെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം നടത്താൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ എന്തിനുള്ള മാസ്റ്റർ പ്ലാനാണ്? അത് നിക്ഷേപം കൊണ്ടുവരുന്നതിനുള്ള മാസ്റ്റർ പ്ലാനാണോ? അത് ഈ സംഗമം കഴിയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. സംഗമം എന്തായാലും 20-ാം തീയതി നടക്കട്ടെ. നടക്കുമ്പോഴേക്കും അതിലൊരു ക്ലാരിറ്റി കിട്ടും. ഈ 3000 പേരുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ മതിയോ? എത്ര കോടി ആൾക്കാരാണ് ശബരിമലയിലേക്ക് വന്നു പോകുന്നത്? എത്ര കോടി ഭക്തരുണ്ട് ലോകമെമ്പാടും? അവരുടെ എല്ലാവരുടെയും പ്രതിനിധികളായി 3000 പേരെ നിങ്ങൾ എങ്ങനെയാണ്
ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുന്നത്. ഈ 3000 പേരെന്ന് പറയുന്നത് ആരുടെയൊക്കെ റെപ്രസെന്റേറ്റീവ്സ് ആയി വരും? ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന 3000 പേർ ലോകം മുഴുവൻ നടന്ന് പ്രചാരണം നടത്തുമോ? ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുമോ? അതിലും നല്ലത് നിങ്ങൾക്ക് ലോകമെമ്പാടും ഈ വിഷയം പ്രചരിപ്പിക്കാമല്ലോ. ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്കാം, ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാം, എന്നിട്ട് അതിനുശേഷം അതിന്മേൽ ഫർദർ ഡിസ്കഷൻസ് കമ്മിറ്റീസിനെ വെച്ചുകൊണ്ട് നടത്താം. ഇത് പക്ഷേ ഒരു 3000 പേരെന്ന് പറയുന്ന ഒരു സെലക്റ്റീവ് ലോട്ടിനെ മാറ്റിക്കൊണ്ട് അവിടെ തന്നെ ഹൈക്കോടതി പറഞ്ഞ വേർതിരിവ് പാടില്ല, ഭക്തർക്കിടയിൽ എന്ന് പറയുന്ന വേർതിരിവ് സംഭവിച്ചു കഴിയുകയാണ്. അത് കോടതിയിലേക്ക് ഉന്നയിക്കാനായിട്ടുള്ള സാഹചര്യം ഇവിടെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഈ കാര്യങ്ങളിലൊക്കെ സുപ്രീം കോടതി പറഞ്ഞത് ഹൈക്കോടതിയിൽ എല്ലാ പരാതിയും ഹൈക്കോടതിയിൽ ഉന്നയിക്കാമെന്നാണ്. 20-ന് മുമ്പ് ഉന്നയിക്കണമെന്നില്ല. സംഗമം കഴിഞ്ഞതിന് ശേഷം ആ പരാതികൾ ഉന്നയിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചോ എന്നത് ഹൈക്കോടതി നോക്കും. പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളിയും കൂടി ഇതേ ഹൈക്കോടതിയിൽ ഇതേ ബെഞ്ചുകളുടെയൊക്കെ മുന്നിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കും. ഇവിടെ വിശ്വാസികളുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര ക്രിയയായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്നതാണ് എൻ്റെ ബോധ്യം. അത് ഒരു തരത്തിൽ പശ്ചാത്താപമാണ്. പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ്. ആ പശ്ചാത്താപം വരട്ടെ, പരിഹാരക്രിയ നടത്തട്ടെ, അതനുസരിച്ചുള്ള നേട്ടമൊക്കെ തുടർ ഭരണമാണെങ്കിൽ അത് കിട്ടട്ടെ. അതിലൊന്നും നമ്മൾ ഈ പശ്ചാത്തപിച്ച് വരുന്ന യേശുക്രിസ്തു വരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ സാറേ, പശ്ചാത്തപിച്ച് വരുന്ന പാപിയെ നിങ്ങൾ ചേർത്ത് നിർത്തണമെന്ന്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ അഭിപ്രായം മേടിച്ചിട്ട് അപ്പോൾ സമ്മേളനം നടക്കല്ലേ? അല്ലല്ല, 3.5 കോടി ആളുകളെ വിളിച്ചില്ലെങ്കിലും 3000 എന്ന് പറയുന്ന ഒരു ലിമിറ്റിലേക്ക് വരിക, 3000 പേര് എന്താണ് ചെയ്യുക എന്നതും ഒരു വിഷയം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കുണ്ടും കുഴി വരുന്ന നമ്മുടെ ചാലക്കയം പമ്പ റോഡ് അതിന്റെ പണി തീർന്നിട്ടുണ്ട്. പിന്നെ പമ്പയിലെത്തുന്ന ഭക്തർക്ക് ഇനി അങ്ങോട്ട് തീർത്ഥാടന കാലം വരികയാണ്, മണ്ഡല മകരവിളക്ക്. അപ്പോഴേക്കും പമ്പാ മണപ്പുറത്തെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണി പെയിന്റിംഗ് ഒക്കെ തീർന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു തീർത്ഥാടന കാലമാകട്ടെ, സംഗമം നടക്കട്ടെ. സംഗമത്തിന് ക്ലീൻ ചിറ്റ് എന്ന ചോദ്യത്തിന് സംഗമത്തിന് ക്ലീൻ ചിറ്റ് തന്നെയാണ് കോടതിയിൽ നിന്നുള്ളത്. കാരണം ഈ സംഗമത്തിനെതിരെ നിലപാടെടുത്തവർക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നു, ഈ സംഗമത്തിനും രാഷ്ട്രീയ ഉദ്ദേശ്യമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ നിലപാടെടുത്ത എതിർപക്ഷത്തിന് തിരിച്ചടിയാണെന്ന നിലയ്ക്ക് അതിനെ കാണേണ്ടി വരും. പക്ഷേ എന്തിനാണ് ഈ സംഗമം എന്ന് ചോദിക്കുമ്പോൾ 2018 നവോത്ഥാന മുന്നേറ്റത്തിൽ നിന്നും ഇപ്പോൾ അയ്യപ്പ സംഗമത്തിലേക്ക് ഇടത് സർക്കാർ, പിണറായി സർക്കാർ എത്തിയിരിക്കുന്നു എന്നിടത്താണ് ഈ വിഷയം ഇത്രത്തോളം നമ്മൾ ചർച്ച ചെയ്യുന്ന രൂപത്തിലേക്ക് എത്താൻ കാരണം. അപ്പോൾ അയ്യപ്പ സംഗമം എന്ന പേര് തന്നെ ഇട്ടത് ഒരു തരത്തിൽ നേരത്തെ സുജയ പറഞ്ഞ പോലെ ഒരു പരിഹാരമാണോ? ഈ സ്ത്രീ പ്രവേശനം നടത്തിയതിൽ ഒരു പരിഹാരം നടത്തുകയാണോ ഇടത് സർക്കാർ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അത് അതിന് കൃത്യമായ കാരണമുണ്ട്. ഇടത് സർക്കാർ എന്തിനീ അയ്യപ്പ സംഗമം നടത്തുമെന്ന് വെച്ചാൽ വികസനം എന്നുള്ളതൊന്നുമല്ല. വികസനമല്ലാതെ തന്നെ സർക്കാരിനും ദേവസ്വം ബോർഡിനൊക്കെ നടത്താവുന്നതാണ്. ഇങ്ങനെയൊരു സംഗമം നടത്തുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാരണം നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരിച്ചു കിട്ടുക. അന്ന് യുവതീ പ്രവേശം നടപ്പാക്കി, അതിനുശേഷം നവോത്ഥാന സമിതി രൂപീകരിച്ചു, അതിനുശേഷം വനിതാ മതിൽ തീർത്തു. അതിലൊക്കെ ഉണ്ടായിരിക്കുന്ന വലിയ വോട്ട് ചോർച്ച അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡാണോ നടത്തുന്നത്, സർക്കാരാണോ നടത്തുന്നത് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്, സർക്കാരാണോ ആ ദേവസ്വം ബോർഡാണോ? ദേവസ്വം ബോർഡ് ചില കാര്യങ്ങൾക്ക് മറുപടി പറയും, ചില കാര്യങ്ങൾക്ക് മന്ത്രി വാസവൻ മറുപടി പറയും. ഇങ്ങനെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ശബരിമല ഇനി വിവാദ ഭൂമിയാക്കരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഈ സ്വർണ്ണപ്പാളി വിഷയം, ഇന്നിപ്പോൾ കോടതി എടുത്ത വിഷയം, സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കോടതിയിൽ നിന്ന് ഇങ്ങനെ ചോദ്യം വരില്ലല്ലോ. അപ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വർണ്ണം ഇപ്പോൾ ദേവസ്വം ബോർഡ് കട്ടുകൊണ്ടുപോയി എന്ന രൂപത്തിലൊന്നും ഞാനതിനെ കാണുന്നില്ല. പക്ഷേ ഭരണപരമായ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഭരണപരമായ വീഴ്ച അവിടെ നടക്കുന്നുണ്ട്. അയ്യപ്പന്മാർ ക്ഷേത്രത്തിൽ ശബരിമലയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ കാര്യങ്ങൾ നടപ്പാക്കാനുണ്ട്, അവിടെ ചില വീഴ്ചകളുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ആ വീഴ്ചകൾ അവിടെ നിൽക്കുമ്പോഴാണ് വലിയ വികസന പദ്ധതി എന്ന രൂപത്തിൽ ഒരു ആഗോള സംഗമം നടത്തുന്നത്. ഇതിൽ പറയുന്ന ആദ്യം പേര് നൽകിയ 3000 പേർക്കാണ് പ്രവേശനം എന്നാണ് പറയുന്നത്. അതേപോലെ സർക്കാർ ക്ഷണിച്ച കുറേ പേരുണ്ട്. ഈ 3000 പേർ എങ്ങനെയാണ് ഒരു ആഗോള സംഗമത്തിൽ 3000 പേരും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണോ? അങ്ങനെ 3000 പേർക്കും അഭിപ്രായം പറയാനുള്ള ഒരു രീതിയാണോ? അങ്ങനെയല്ലല്ലോ. നമ്മൾ സർക്കാരിൻ്റെ ഇതിനു മുമ്പുള്ള യാത്രകൾ കണ്ടു, സർക്കാരിൻ്റെ മുന്നേറ്റ യാത്ര കണ്ടു. അത് പൗരപ്രമുഖരെ കാണുന്നു. അതുപോലെ പൗരപ്രമുഖരെ ചിലരെ ക്ഷണിച്ചിട്ടുണ്ട്. മുൻ DGPയെ ക്ഷണിച്ചു, ഹേമചന്ദ്രനെ ക്ഷണിച്ചു, അതുപോലെ വേണു രാജാമണിയെ വിളിച്ചു. അവരൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പോകുന്ന ആളുകളുമുണ്ട്. മുൻ DGP ജേക്കബ് പുന്നൂസ് പോകുന്നുണ്ട്. അങ്ങനെ ചിലർ പോകുന്നുണ്ട്, ചിലർ പോകുന്നില്ല. അപ്പോൾ ഇതിലൊക്കെ ആർക്കൊക്കെ സംസാരിക്കാൻ പറ്റും? ഈ 3000 പേരെ കൊണ്ടിരുത്തുമ്പോൾ 3000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടി എന്ന ഒരു വലിപ്പത്തിന് വേണ്ടിയാണ് ഈ 3000 പേർ. അതിൽ തന്നെ ഇപ്പോൾ തന്നെ നിരവധി പേർ രജിസ്റ്റർ ചെയ്യുന്നു. ആ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും പ്രവേശനം കിട്ടില്ല. ഇപ്പോൾ 4864 പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും കയറാൻ പറ്റില്ല. 3000 പേർക്ക് മാത്രമുള്ള സീറ്റുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ എന്താണ് ആ പരിപാടിയിൽ നടക്കാൻ പോകുന്നത്? ഉദ്ഘാടകനായി മുഖ്യമന്ത്രി സംസാരിക്കും. ഉറപ്പായിട്ടും മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിക്കും. ഈ പറഞ്ഞ വഴി ജയകുമാർ ഈ പദ്ധതി എങ്ങനെയാണെന്ന് അവിടെ കാര്യങ്ങൾ വിശദീകരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ 3000 പേർക്കും സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ് ഇത്രയും വലിയ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 7 കോടി
7 കോടിയാണ് സർക്കാർ എടുക്കുന്നതെന്ന് പറയുന്നു. 7 കോടി കൊണ്ട് ഇത്ര വിപുലമായൊരു സംഗമം നടത്താൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിലപ്പുറം ഈ പറയുന്ന സ്പോൺസേഴ്സ് ആയിരിക്കും. ഈ സ്പോൺസേഴ്സ് ആരാണ് നമുക്കറിയില്ല. ഇങ്ങനെയാണ് പല പരിപാടികളും സർക്കാർ നടത്താറുള്ളത്. സ്പോൺസേഴ്സ് വരുന്നു എന്ന് പറയും, നടക്കട്ടെ. അപ്പോൾ സർക്കാരിൻ്റെതായി വരുന്ന വിരുദ്ധാഭിപ്രായങ്ങൾ അന്ന് ഇത് പറയുന്നു, ഇന്ന് ഇത് പറയുന്നു, എന്നിടത്താണ് നമുക്ക് അതിലെ രാഷ്ട്രീയം കാണേണ്ടത്. സ്പോൺസറുടെ കാര്യത്തിലെ ഇന്ന് കോടതിയുടെ ഉത്തരവിൽ അതിന്റെ ഡീറ്റെയിൽ നോക്കുമ്പോഴത്തേക്കും ഈ സ്പോൺസറുടെ ഇടപാടുകൾ ഉദ്ദേശ ലക്ഷ്യം പരിശോധിക്കണമെന്ന് ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലാരിറ്റി സ്പോൺസറുടെ കാര്യത്തിൽ കൊടുത്തിട്ടുമില്ല. ശരി, അപ്പോൾ ആരൊക്കെയാണ് സ്പോൺസർമാരായിട്ടുള്ളത് എന്നുള്ള കാര്യം പിന്നെ കൊടുത്താൽ മതി. മതി, ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് അതായിക്കോട്ടെ. ഞാൻ പറയുന്നത് ഇതിലൊക്കെ താല്പര്യങ്ങളുണ്ട്. താല്പര കക്ഷികളായ ചിലർ അങ്ങോട്ട് സഹായിക്കും, അങ്ങോട്ട് തിരിച്ചും സഹായമുണ്ട്. ഈ വികസന പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകളെ ഇരുത്തി വലിയൊരു പരിപാടിയാക്കി നടത്തുന്നതിന് പിന്നിൽ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ്. ഞങ്ങൾ ഇതാ നിലപാട് മാറ്റിയിരിക്കുന്നു, വരും തെരഞ്ഞെടുപ്പ് വരികയാണ്, ഞങ്ങൾ ഇതാ നിലപാട് മാറ്റിയിരിക്കുന്നു, ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്. നമ്മൾ ഈ വിഷയം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ മന്ത്രി വാസവനോട് ചോദിക്കുന്നുണ്ടല്ലോ, ബിന്ദു അമ്മണി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെട്ടു. അവർക്ക് അതിൽ ഉദ്ദേശമുണ്ട്, എന്താണ് സർക്കാർ മറുപടി പറയുക എന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവരിത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരാനുള്ള പരിപാടിയല്ല എന്ന് പറയുന്നു. ഇതിപ്പോൾ ശബരിമലയ്ക്ക് അകത്ത് നടത്തുന്ന പരിപാടിയില്ല. എന്നിട്ട് പോലും അവിടേക്ക് സ്ത്രീകൾക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കുറെ കഴിഞ്ഞിട്ട് ഈ എന്താണ് 50 വയസ്സ് കാണും അല്ലേ, 50 വയസ്സ് കഴിയുന്ന സ്ത്രീകൾക്ക് പോകണമെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്കും ചിലപ്പോൾ അഭിപ്രായം പറയാനുണ്ടെങ്കിലോ അവരൊന്നും ഇല്ല. പക്ഷേ സ്ത്രീകളില്ല അവിടെ. ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ കൃത്യമായി ഞങ്ങൾ ഈ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു, ഞങ്ങളൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സമീപനത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ഞങ്ങൾ വ്രണപ്പെടുത്തി, ഞങ്ങളിത് പരിഹാരക്രിയ ചെയ്യുകയാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിപാടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞത്. ഞങ്ങളില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റു കാര്യങ്ങൾക്ക് പോയിട്ടില്ല. അപ്പുറത്ത് ഇതേ ലക്ഷ്യങ്ങൾ ഈ വോട്ട് മുഴുവൻ ഈ സമയത്ത് ചോർത്തിക്കൊണ്ടുപോയ BJP അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി എതിരായ നിലപാടുകൾ എടുക്കുന്നു, കോടതിയിലേക്ക് പോകുന്നു, ഒരു ബദൽ സംഗമം നടത്തുമെന്ന് പറയുന്നു. ഇനിയിപ്പോൾ ബദൽ സംഗമം നടത്തുകയാണെങ്കിൽ തന്നെ അതിൽ ആരാ പങ്കെടുക്കുക? ഈ സംഘപരിവാർ സംഘടനകളല്ലാതെ ആര് പങ്കെടുക്കുമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ബദൽ സംഗമം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? 22-ാം തീയതി ആയിക്കോട്ടെ. ബദൽ സംഗമത്തിന് എന്തായാലും SNDP യോഗം ജനറൽ സെക്രട്ടറി ഇല്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ അതിലില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ പരിപാടിയുടെ ഒപ്പം ഉണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ആയിക്കോട്ടെ, NSSും പറയുന്നു. അദ്ദേഹത്തിന്റെ തന്ത്രം അതാണല്ലോ. വെള്ളപ്പള്ളി ഒരു 2 വള്ളത്തിലും കൂടെ കാലിട്ടുകൊണ്ടുള്ള പരിപാടിയാണ് നടത്തുക. പുറത്ത് മറ്റൊന്ന് പറയുന്നു, അപ്പുറത്തെ ആളെ വിടുന്നു. അത് നടക്കട്ടെ. അപ്പോൾ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ എന്നുള്ളത്. നമ്മളിപ്പോൾ കോൺഗ്രസ് ഒരു കാര്യം പറയാം, എന്താ ഭൂരിപക്ഷ വർഗീയത വളർത്താൻ ഭൂരിപക്ഷ വർഗീയല്ല, ന്യൂനപക്ഷ പ്രീണത്തിന് ശേഷം ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഭൂരിപക്ഷ വർഗീയത വളർത്തുന്നത് ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് എന്തുവെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ അപ്പുറത്ത് മറ്റേ കൂട്ടർ വരുന്നുണ്ടല്ലോ, ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് വേറെ രൂപത്തിൽ പറയുന്നു. അല്ലേ, ഞാൻ പറയട്ടെ, ശബരിമല അന്ന് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രക്ഷോഭത്തിലേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങളിതാ നിലപാട് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞവർ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ആളുകളെ പ്രകോപിപ്പിച്ച് പ്രശ്നമുണ്ടാക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തിൽ നടത്തുന്നതാണ്. അങ്ങനെ നടത്തുന്നതെങ്കിൽ നല്ലതാണ്. കോൺഗ്രസ് അല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ആ സമീപനം എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞങ്ങളിതാ ഭക്തർക്കൊപ്പം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് നമ്മൾ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കണ്ടത് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, സമസ്തയോട് പറഞ്ഞാണ് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങളുടെ വിഷയം പരിഹരിക്കാൻ ഞങ്ങളേ ഉള്ളൂ, ഞങ്ങളാണ് രക്ഷകർ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഗുണമുണ്ടായില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ഹിന്ദു വോട്ട് അങ്ങ് പോവുകയും ചെയ്തു. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. ഇത് വിശ്വസിക്കുന്നവർ വോട്ട് കൂടുതൽ കൊടുക്കുമായിരിക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന അയ്യപ്പ സംഘം മാത്രമായിരിക്കില്ലല്ലോ, വേറെയും പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാവല്ലോ. വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കാൻ വേറെയും പരിപാടികൾ പാർട്ടി നടത്തുന്നുണ്ട്. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. ആ പരിപാടി നടത്തട്ടെ. സെമിനാറുകൾ നടത്തുന്നു. സെമിനാറുകൾ അതല്ല, വീടുകൾ തോറും പോയി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതാ പിഴവ് പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് ഇതിനെ കണ്ടാൽ മതി, നടക്കട്ടെ, ആയിക്കോട്ടെ. തെറ്റ് എന്ന് CPM പറയണമെന്നേ. CPM പറയണം, ഞങ്ങൾ സ്ത്രീ പ്രവേശത്തെ അനുകൂലിച്ചത് ഞങ്ങളുടെ തെറ്റായ നിലപാടായി പോയി എന്ന് തുറന്നു പറയണം. അത് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിപ്പോൾ അജണ്ടയിൽ ഇല്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതൊരു പ്രശ്നമുള്ളത്. സത്യത്തിൽ CPM അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ആ വാചകം വരണം. കാരണം അങ്ങനെയാണല്ലോ നേരത്തെ എടുത്ത നിലപാട്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഭൂരിപക്ഷ സമുദായത്തിനോടൊപ്പം നിൽക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടിയാണ്. അത് നിങ്ങൾ ഇനി അല്ലാന്ന് പറഞ്ഞാലും ആണെന്നുള്ള CPM പ്രശ്നമില്ല. അങ്ങനെ പൊതിഞ്ഞു പറയണ്ടെന്നേ, പറയണം. കോൺഗ്രസിന്റെ അഭിപ്രായം എന്തായിരിക്കും? അല്ല, ഞാൻ ചോദിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിനെ കോൺഗ്രസിന്റെ ഘടകകക്ഷിയാക്കണം എന്നുള്ള ഒരു അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? അതെന്താ പൊതിഞ്ഞു പറയാത്തെ? പക്ഷെ സീറ്റ് ചർച്ചയാടി കൂടെ നടക്കുന്നുണ്ട്. സീറ്റ് ചർച്ച നടത്തി അടുത്തതിൽ ഉള്ളിൽ കൂടെ എങ്ങനെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിനെ നിർത്തി മത്സരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലപാട് അങ്ങനെ തന്നെയാണ്.
അല്ല പ്രഖ്യാപിത ഘടകകക്ഷിയായിട്ട് അത് അവിടെ ഉണ്ട്. അപ്പം അതിനെന്താ എന്തിനാ അപ്പൊ RSS എന്നിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഡൽഹി ചർച്ച നടത്തിയില്ലേ? അവിടെ പീഡനം പക്ഷേ നടത്താൻ ഘടകകക്ഷിയാക്കി വേണ്ടിയിട്ട്, അവിടെ ഇന്ത്യയുടെ. പീഡനം നടത്താൻ വേണ്ടിയിട്ട് NDA വോട്ട് ഭൂരിപക്ഷം ചോദിച്ചു. വർഗീയതയാണ് ഇപ്പൊ ചെല്ല് പറയാ. ആക്കും. അങ്ങനെയല്ല. ഞാനൊന്ന് അവിടെ പറഞ്ഞോട്ടെ. ഭൂരിപക്ഷം ഞാനൊന്ന് അവിടെ പറഞ്ഞോട്ടെ. ഭൂരിപക്ഷം ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ചർച്ചയ്ക്ക് വിളിച്ചു. എന്റെ സമയം അല്ല, ഒരു second. എന്റെ സമയം അവിടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഭൂരിപക്ഷം അവിടെ പ്രീണനം നടത്താൻ ഞാൻ ഒരു വേണ്ടി മിനിറ്റ്. ഭൂരിപക്ഷ വർഗീയതയാണ് എന്ന് ഇവിടെ പറയുന്നതിന് ഒരു രാഷ്ട്രീയ ഒറ്റ കാര്യം ജമാഅത്തെ ഞാൻ പറഞ്ഞത് രണ്ട് ജമാഅത്തെ രാഷ്ട്രീയമാണ്. ഇസ്ലാമിയുടെ രണ്ട് പിന്തുണ രാഷ്ട്രീയമാണ്. കാലാകാലങ്ങളിൽ രണ്ട് കൂട്ടം നേടിയിട്ടുണ്ട്. മടിയില്ലെന്നേ ഇപ്പോൾ യുഡിഎഫിനൊപ്പമാണെന്നേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിപ്പോൾ അയ്യപ്പ സംഗമം എന്ന പരിപാടി നടത്തുന്നത് എന്തിനാണെന്ന് ഇതിനടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. ഈ ഹിന്ദു ഐക്യവേദിയുടെ KP ശശികല വളരെ മോശം പരാമർശം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് വർഗീയം എന്നല്ല, വഷളത്തരമാണ്. മുഖ്യമന്ത്രിക്കെതിരെ വളരെ അശ്ലീലമായ പരാമർശം നടത്തിയിട്ട് കേസ് എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവർ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത്, അവരെ കയറൂരി വിടുന്നത് ആരാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, ആലാന്റെ പ്രശ്നം ആൾസാർക്ക് ബോധം ഉദിക്കാത്തതുകൊണ്ടാണ്, സംഘപരിവാരത്തിന് ബോധം ഉദിക്കാത്തതുകൊണ്ടാണ് ഒരു വിവാദം കൂടെ ഉണ്ടാക്കുക. കുറച്ചുകൂടെ ശ്രദ്ധ ഇതിലേക്ക് വരിക, അത്രയല്ലേ ഉള്ളൂ. വെളിച്ചം ഉദിക്കണമല്ലോ. ശരി, സംഗമത്തിന് ക്ലീൻ ചിറ്റോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്നാണ് 4 പേരും അഭിപ്രായം. Meet the editors.